ഇന്ത്യൻ പ്രധാനമന്ത്രിയും യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളും ഒക്കെ വലിയ രീതിയിൽ പ്രസംഗിച്ചു. ഇന്ത്യയുടെ പൊളിറ്റീഷ്യൻസ് അതിനേക്കാളും വലിയ രീതിയിൽ ആവേശം കൊണ്ട് പ്രസംഗിച്ചു. ഏകദേശം 250 ബില്യൻ്റെ ഡീലാണ് വരാൻ പോകുന്നത്. മദർ ഓഫ് ഓൾ ഡീൽസ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് നടക്കുന്ന ടോക്സാണ്. അതായത് ട്രംപ് കയറി ഇടപെട്ട് പ്യൂണിറ്റീവ് ടാരിഫും ഒക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്തുണ്ടാക്കിയെടുത്തിട്ട് ഒരു ഡീല്. ഈ 20 വർഷം നടന്ന ഡീലിനകത്തൊന്നും ഈ യൂറോപ്യൻ യൂണിയൻ പ്രപ്പോസൽ ചെയ്ത പലതിനെയും ഇന്ത്യ തള്ളിയെടുത്ത് ദൂരെ കളഞ്ഞ. പക്ഷേ ഇന്നത് ഡീലായിട്ട് നമ്മുടെ മുമ്പിൽ 96% എക്സംഷൻ, അതായത് ടാരിഫ് ഇല്ലാതാക്കിയിട്ട് ഇന്ത്യയിലോട്ട് വരുന്നു. ഇന്ത്യയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 99% ടാരിഫ് ഇല്ലാതെ അമേരിക്കയിലോട്ട് പോകുന്നു. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം, നിങ്ങൾക്കത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഡീല് ഈ മാസം 27-ാം തീയതിയാണ് നടന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഓട്ടോമൊബൈൽ, മാരുതി സുസുക്കി, മഹേന്ദ്ര, ഹുൻഡായ്, ടയോട്ട, ഇതേപോലെയുള്ള കമ്പനികളെ നോക്കുക. അവരുടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റേക്ക്, അതായത് ഷെയർ 2.5, 3.5, അതായത് പുറകോട്ടങ്ങ് പോയി. ഉണ്ടായ സംഭവമാണ്. അതേപോലെ തന്നെ ലിക്കർ, വൈൻ മാനുഫാക്ചേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പറാണ് വൈൻ മാനുഫാക്ചറിങ്. നാസിക്കിൽ നിന്ന് സുല, നല്ല വൈനാണ്, ഒറിജിനൽ ഇന്ത്യൻ വൈനാണ്. 4.5 ആണ് ഈ സംഭവം വന്ന ശേഷം അവരുടെ പോയത്. അതേപോലെ തന്നെ ഇന്ത്യൻ ബിവറേജസ്, യുണൈറ്റഡ് ബിവറേജസ്, മറ്റുള്ള പല കമ്പനികളും അവരുടെയും സ്റ്റോക്ക് മാർക്കറ്റ് താപ്പോട്ട് ഡിക്ലൈൻ ചെയ്തു. മറ്റൊന്ന് സംഭവം ഹാർഡ് കോറായിട്ടുള്ള, അതായത് സ്റ്റീൽ ഉൽപ്പാദകർ, ഹിൻഡാൽക്കോ, അങ്ങനെയുള്ള മറ്റു പലര് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് കാർബണിൻ്റെ പ്രശ്നം വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ റെസ്ട്രിക്ഷൻ കൊണ്ട് അവർക്ക് ഈ സാധനം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എക്സെപ്ഷൻ ഈ ഡീലിനകത്ത് ഉണ്ടാക്കിയെടുത്തില്ല. സത്യമാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത്, സിമ്പിളായിട്ട് നഷ്ടമാകുന്നത് 1.5 ബില്യൺ പൗണ്ടാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഒറ്റയടിക്ക് യൂറോ നഷ്ടമാവുകയാണ്.